ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മെസ്സേജസിലായിക്കോട്ടെ, മെയിൽസിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് ആയിക്കോട്ടെ, എല്ലാവരും ഒരുപാട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാം സേഫ് അല്ലേ ചോദിച്ചിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് വീട്ടിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ദ്വാരകാവലിയിൽ കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ബാക്കി അല്ലാതെ അടുത്ത നെയ്ബർക്കടക്കം അത്രയും പ്രശ്നത്തിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ 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 ഒരു എന്താ പറയുക, കാര്യങ്ങളുടെ പോക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ആ ഒരു ടേക്ക് ഓഫ് എന്ന് പറയുന്നത് നമ്മളും സാധാരണ രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. വൈകുന്നേരം ആകെ കാര്യങ്ങൾ വളരെയധികം മോശമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത പോലെയായിരുന്നു കാര്യങ്ങൾ. ഒരുപാട് വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പല ആൾക്കാരും പല വീഡിയോസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വെറുതെ അതിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ വീട്ടില് നമ്മള് കേരളത്തില് പ്രളയം എങ്ങനെയുണ്ടായിരുന്നു അതിനെക്കാട്ടിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംഭവിച്ചത് തന്നെയാണ്. വീടുകളിലായിക്കോട്ടെ എല്ലാം ഇതുവരയ്ക്കും വെള്ളത്തിൽ നിൽക്കുന്ന വീടുകൾ നമുക്കറിയാം. നമ്മൾ ഭക്ഷണം കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ മാതിരി ഉള്ള സൈക്ലോണില് കൊടയും പിടിച്ച് ഭക്ഷണവും എടുത്ത് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ദുബായിൽ വരും എന്ന് ഞാൻ ജീവിതത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ബട്ട് എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഒരുപാട് പേര് 6-7 മണിക്കൂർ എന്താണ് പറയുക, റോഡിൽ സ്റ്റക്കായിട്ട് വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ റോഡ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. പ്ലസ് നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് അടുത്ത സ്ട്രീറ്റിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ. അതായത് മറ്റേ സ്ട്രീറ്റിലേക്ക് പോകണമെങ്കിൽ പോലും വെള്ളത്തിലാണ്. അതായത് അവിടെ 2 കാറ് മുങ്ങിക്കിടക്കുന്നുണ്ട്, ഇനി ക്ലിയർ ആയിട്ടില്ല. എന്താണ് പറയുക, അതിൽ കൂടെ ഡ്രൈവ് പാസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ അടുത്ത് വലിയ സഫാരി, ഡെസേർട്ട് സഫാരിക്കൊക്കെ പോകുന്ന പോലെ വണ്ടി വേണം. അതായത് കണ്ണേട്ടന്റെ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും, 4x4 വണ്ടികളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എന്റെ പോലത്തെ കുഞ്ഞിക്കാറ് നേരെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഴുള്ളൂ. അപ്പോൾ അടുത്ത സ്ട്രീറ്റിലേക്ക് പോലും എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പോൾ ഒരു പാല് വേണം, അവർക്ക് കുട്ടിയുണ്ട്, അവർക്ക് പാല് കൊണ്ട് കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്ന് പറയില്ലേ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടും കൽപ്പിച്ചിട്ട്, അവളാണെങ്കിൽ പ്രഗ്നന്റ് ആണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നടന്നു പോവാ എന്നും പറഞ്ഞിട്ട് പാല് കൊടുത്ത് ചെരുപ്പൊന്നും ഇടാണ്ട് എന്താണ് പറയുക ഡ്രസ്സൊക്കെ അങ്ങോട്ട് പൊക്കി. എന്താ വെച്ചാൽ നമ്മുടെ ഏകദേശമൊക്കെ മുട്ടിനൊക്കെ മുകളിൽ വരയ്ക്കാണ് അവിടെ വെള്ളം നിൽക്കണത്. അപ്പോൾ ഡ്രസ്സൊക്കെ പൊക്കി പാലും എടുത്തിട്ട് അതിൽ കൂടെ വഴുക്കലാണെങ്കിൽ അങ്ങേ അറ്റം എന്തൊക്കെയാണ് വെള്ളത്തിൽ കൂടെ വരണേന്ന് പറയാൻ പറ്റില്ല. അത് ഫുൾ അതിൽ കൂടെ നടന്നു പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവൾക്ക് എത്തിച്ചിട്ട് വന്നു. എന്താന്നറിയില്ല, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാന് എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എന്താണ് പറയുക കൊടുങ്കാറ്റും കാര്യങ്ങളും ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ചെയ്തത്. പക്ഷെ സാധനങ്ങളൊക്കെ പോയി ഞാൻ ലുലുവിൽ പോയി എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ച് എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനായിട്ട്. പക്ഷെ എപ്പോഴും അതായത് ഒരുപാടൊന്നും വാങ്ങിച്ചു വെക്കാത്ത സ്ഥിതിക്കും പിള്ളേരും കണ്ണേട്ടനും ഒക്കെ വീട്ടിലിരിക്കുന്ന സ്ഥിതിക്കും കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് പെട്ടെന്ന് തീരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ എന്തുകൊണ്ട് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അവരോടൊക്കെ ഞാൻ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ മക്കളെ അതൊരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ തന്നെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധനങ്ങളൊന്നും തന്നെ കിട്ടാനില്ല. എന്താണ് പറയുക, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് എല്ലാം തന്നെ ഭയങ്കര ഔട്ട് ഓഫ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഉള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അന്വേഷിച്ച എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ദിവസം, അതായത് ഇന്നലെ നമ്മളെങ്ങനെയാണ് അതിനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതപ്പോൾ ഇപ്പോഴും ഇന്നും അങ്ങനെ തന്നെയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്.
അപ്പോൾ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ക്ലൈമറ്റ് വൈസ് എല്ലാം ഓക്കെയാണ്, നല്ല ബ്രൈറ്റാണ്, സൂര്യൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. വെള്ളം പോവാത്തോടത്തോളം, കാറുകൾ മുങ്ങിക്കിടക്കുന്നതോടത്തോളം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് നമ്മുടെ കോളനി മാത്രമല്ല, ബാക്കിയുള്ള അഫക്റ്റഡ് കോളനീസ് ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഫ്ലാറ്റിലിരിക്കുന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് വിൻ ചേച്ചി, ഫ്ലാറ്റ് 14ാമത്തെ നിലയിലാണ്, താഴത്തേക്ക് ലിഫ്റ്റ് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, എങ്ങനെ പോകുന്ന അറിയില്ല, പാലില്ലാതെ തന്നെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവർക്ക് എല്ലാവർക്കും അപ്പം തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. പേഴ്സണലായിട്ട് ചോദിച്ച എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. എന്തെങ്കിലും സഹായം എന്നെ കൊണ്ട് റെസിപ്പികളിൽ വല്ലതും എനിക്കറിയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ വോയിസ് അയച്ചു തരാം. നിങ്ങളുടെ സ്ഥിതി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ വെച്ചാൽ എൻ്റെ സ്ഥിതിയും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതാ ഈ ഒരു കുപ്പി, ഇന്നത്തെ ഒരു 1/2 കപ്പ് പാലും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇല്ല. ഓൾട്ടറേഷൻസും കാര്യങ്ങളും ഒക്കെ ഞാനും ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ഇതിൻ്റെ ഇടയിൽ ഇന്നലെ നമ്മുടെ മമ്മ സൂസൻ്റെ പിറന്നാളായിരുന്നു. ഞാൻ വിചാരിച്ചത് പുറത്ത് കൊണ്ടുപോകാം, കേക്ക് വാങ്ങിച്ചു കൊടുക്കാം, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അടുത്താണെങ്കിൽ ഒരു സാധനമില്ല. ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ബേക്കിംഗ് അത്രയ്ക്ക് അറിയില്ല. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുളമാണ്. ഇനിയിപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് ദൈവമേ. വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഇതും കൂടിയിട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിൻ്റെ ഉള്ളിൽ ചില ഐഡിയ തോന്നിയത്. അങ്ങനെ മമ്മ സൂസൻ്റെ ഒരു പിറന്നാൾ നമ്മൾ ആഘോഷിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. അത് കണ്ട് നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് നിങ്ങൾ കാണുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നാളെ. വീണ്ടും പറയുന്നു, എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. അനാവശ്യമായിട്ട് റോഡിൽ ഇറങ്ങരുത്. ചില റോഡ്സ് ഒന്നും ക്ലിയർഡ് അല്ല. വെള്ളം കാണുന്ന പോലെയല്ല. നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് വിചാരിക്കും ലൈക്ക് ഓക്കെ, നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന്. പക്ഷേ അല്ല, വിചാരിക്കണ പോലെയല്ല. ഒരുപാട് പേർക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത് അങ്ങനെയാണ്. ഉള്ളിൽ പോകെ വെള്ളം ഡീപ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിട്ട് സ്റ്റക്ക് ആവരുത്. ക്ലിയർ ആയി എന്നുള്ള രീതിയിൽ അറിഞ്ഞാൽ മാത്രം പോവുക. അന്വേഷിച്ചിട്ട് മാത്രം പോവുക. ഓക്കെ, സ്റ്റേ സേഫ്. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സ്ഥിതിക്കും വർക്ക് ഫ്രം ഹോമും കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെറും ഒപ്പിക്കലായിരുന്നു. ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലും കുറച്ച് പണിയാരം ബാക്കിയുണ്ടായിരുന്നു. മസാല കുറച്ച് വെള്ളമാക്കിയിട്ട് തൊട്ട് കൂട്ടാൻ മാതിരി ആക്കാൻ വിചാരിച്ചു. പിന്നെ മമ്മ സൂസന് കേക്ക് ഉണ്ടാക്കണം. അത് ഞാൻ പാൻ കേക്ക് കൊണ്ട് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് മസാല കുറച്ചേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കൂട്ടാൻ പോലെ ആക്കി. അപ്പോഴത്തേക്കും കിച്ചു വന്നു സൂസനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളമൊക്കെ ആക്കി ലേശം ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പണിയാരം ഉണ്ടാക്കി വെച്ചത് ഞാൻ എപ്പോഴും ഇങ്ങനെ ബോക്സിലാക്കി വെക്കും. കുറച്ച് ബാക്കി വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി. പിന്നെ ഒരു 4-5 പൂരിക്കുള്ള മാവ് ഉണ്ടായിരുന്നു, അതും ഉണ്ടാക്കി. പിന്നെ ഒരു നല്ല സുലൈമാനി ഉണ്ടാക്കി. ഏലക്കയും 2 ഗ്രാമ്പും കുറച്ച് പഞ്ചസാരയും പിന്നെ തിളച്ച് വരുന്ന സമയത്ത് ചായപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒരു സുലൈമാനി ഉണ്ടാക്കി. അങ്ങനെയാണ് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ ഒരുവിധം എല്ലാവർക്കും കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ആ ഒരു കോവിഡിൻ്റെ ഒരു അവസ്ഥയിൽ കൂടെ പാസ് ചെയ്തതുകൊണ്ട് എങ്ങനെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഐഡിയ ഒക്കെ ഒരുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എന്താണ്, കോവിഡിൻ്റെ സമയത്തുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഇവിടെ ഇപ്പോൾ ആ പ്രശ്നം മുഴുവൻ അതൊന്നും ഇല്ലാതെ പോയതാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ണേട്ടന് കൊണ്ടുപോയി മുകളിൽ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചക്കലത്തെ കാര്യം നോക്കി. തൈരും ചോറും ഗോങ്കര പിക്കിൾ ആൻഡ് നമ്മുടെ കോവയ്ക്ക ഉള്ളതുകൊണ്ട് കോവയ്ക്ക വളരെയധികം സഹായമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കി. എന്നിട്ട് ഉച്ചക്കലത്തെ കാര്യം അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ കുറേ കോവയ്ക്ക കിട്ടി. അതിൽ ഞാൻ പകുതി കോവയ്ക്കയോളം, അതായത് കുറച്ച് കോവയ്ക്ക നമുക്ക് വേണ്ട കോവയ്ക്ക മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ ഒന്നും കിട്ടാണ്ടിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ പഞ്ചസാരയും ലേശം കോൺഫ്ലവറും അതേമാതിരി തന്നെ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് പാൻ കേക്ക്സ് ഉണ്ടാക്കി. പാൻ കേക്ക്സ് ഉണ്ടാക്കിയിട്ട് ഈ വിപ്പ് ചെയ്ത ക്രീം ഓരോ പാൻ കേക്കിൻ്റെ മുകളിലും ലെയർ ചെയ്തു. എന്നിട്ട് ഓരോ പാൻ കേക്ക് മുകളിലേക്ക് വെച്ചിട്ട് അടുക്കി. അത് കഴിഞ്ഞ് മുകളിൽ ഈ വിപ്പിംഗ് ക്രീം അങ്ങോട്ട് ഇടുക. വിപ്പിംഗ് ക്രീം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കയ്യിൽ ചോക്ലേറ്റ് സോസ് ഉണ്ടായിരുന്നു, അതും കുറച്ച് ചോക്ലേറ്റ് ചിപ്പും കൂടി മുകളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒപ്പിക്കൽ കേക്കായിട്ടുള്ള രീതിയിൽ ആണ് ചെയ്തത്. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റി മമ്മ സൂസന് എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഈ ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഐസ്ക്രീമായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. മക്കൾ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കരുതലോട് കൂടിയിട്ട് ചെയ്തു. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ചന്തമണിയായിട്ടുള്ളൊരു എന്തോ ഒരു എന്താണ് പറയുക, ഒരു കേക്ക് പോലുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയങ്ങളൊക്കെ മമ്മ സൂസൻ കൂടെ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റെഡി ആവണത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു വല്ലാത്ത ഷോക്ക് തന്നെയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മമ്മ സൂസൻ. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് സോ മെനി സ്റ്റഫ്. എൻ്റെ അടുത്ത് ഒന്നും തന്നെ ഇല്ല ഉണ്ടാക്കി കൊടുക്കാൻ. സോ ഹാപ്പി ബർത്ത്ഡേ ടു യു. I'm sorry, I don't have anything. I'm running out of so many stuff. We can't go out of the house. This is the best I've ever seen. So, Mama Susan, we will do the party later on, but today, with whatever I have, I present to you a small cake. Yes, there were a lot of challenges happening, and please take out that knife, the black knife. Oh, black knife. So, happy birthday, Mama Susan. Your first birthday in my house. Thank you so Love you so much, my sister. much. Give it to I her. don't know. I feel like Where's Gautam? I'm gonna make my wish. Yeah, 1 minute. You didn't even tell me, Mama. You need to take a Yeah. shower, change yourself. Nothing. That is how the surprise is. We all are bad shaped. Today we can't get out of the house. There is water everywhere. It's your birthday. The calculation has gone wrong. We couldn't go out. I can't get you a proper cake. But something came in my mind that I should do. Then I came and checked my fridge. Then I had something and all. So I put everything together just to make you that we love you so much. Thank you so much, my family. I don't know what to say. Okay, make a wish. Stay blessed. Happy birthday to you. Happy birthday to you. Hold and cut, otherwise it's going to fall. Happy birthday, Mama Susan. Happy birthday to you. Let God bless you, Mama. Amen. Thank you so much. Oh my God, this is the biggest surprise. And I'm really working quickly, telling myself maybe Mr. is getting late for lunch. Whatever you thought. Jesus. But at the end of the day, something similar to cake has been cut. Please. It's tasty. I know it's yummy. It's not up to the ingredients, but it is yummy. I know. So what do I do next? Yeah, you just eat. That's what you do. You can take it. Yes, you can take it and please eat. Feed Kishu. Yeah. Not you. Feed her. At the end of the day, you're going and opening. I know it's not proper ingredients. We don't have eggs, we don't have buttermilk, we have a lot of issues. So, Mama,
Thank you so much Very sweet. for coming, and it's been very nice that you came and you took over so many stuff. We love you so much. Love it too. Enjoy your day. I know that you have mass and everything coming up. Please enjoy your day, and yes, this is the smallest stuff we can make when we are at home. Come on, come on, come on. Go and eat. Yeah. അങ്ങനെ കേക്ക് കട്ടിങ്ങും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് തൈരും ചോറും പിന്നെ നമ്മൾ ഗോംഗ്ര പിക്കിൾ ആൻഡ് നമ്മുടെ കോവയ്ക്കുപ്പേരി. സൂപ്പറാണ് ഗോംഗ്ര പിക്കിള്. അതിൽ കൂടെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് എന്താണ് പറയുക, നമ്മൾ ചോറൊക്കെ അന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഉച്ചയ്ക്ക് കഴിഞ്ഞു. രാത്രിക്കൊക്കെ പഴയത് ആയിരുന്നു, ലൈക്ക് ചട്നി, കുറച്ച് ബാക്കിയുള്ള ചിക്കൻ കറി, എന്നിട്ടൊരു ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഗോതമ്പ് പൊടി നല്ലോണം ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ദോശമാവിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഗോതമ്പ് പൊടി കലക്കിയിട്ട് ലേശം പുളിച്ച മാവും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഗോതമ്പ് ദോശയൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്നലത്തെ രാത്രി അങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ബാക്കിയായിട്ടുള്ള ചട്നിയും കുറച്ച് ബാക്കിയായിട്ടുള്ള ചിക്കൻ കറിയുടെ വെള്ളവും കൂട്ടിയിട്ടാണ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത്. പിന്നെ എന്താ കാര്യം വെച്ചാൽ രാത്രിയൊന്നും അധികം വേണ്ടാത്ത സ്ഥിതിക്ക് എല്ലാവരും ഓരോ ദോശ 2 ദോശത്തോടു കൂടിയിട്ട് നിർത്തും. പിന്നെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ആർക്കും തന്നെ ആവശ്യമില്ല. അപ്പോൾ നല്ല ദോശയാണ് കിട്ടുക. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. ലേശം പുളിച്ച മാവ് വരുന്ന സ്ഥിതിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് എന്താ പറയുക, ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയത്. ഇന്ന് ഇതപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ റെസിപ്പീസ് ഉണ്ടാക്കുന്നത് ഞാൻ വീണ്ടും എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓരോന്നോരോന്ന് ഇങ്ങനെ ഡെയിലി അപ്ഡേഷനായിട്ട് നിങ്ങൾക്ക് വരൂട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. Vinny's Kitchen.